ദുരിതങ്ങൾ എത്രയുണ്ടേലും കഷ്ടപ്പെടുന്നവരൊന്നാണ്. അടിമപ്പണിക്കിനി ഇല്ലെന്നു ചൊല്ലുന്ന ആശമാരെല്ലാരും ഒന്നാണ്. മത്തളം ചെങ്ങില കുഴലുമായി കൊട്ടിപ്പാടന്റെ പെണ്ണാണ്. 10,000 ആശമാര് സെക്രട്ടേറിയറ്റിലെ സമരത്തിനെത്തിയെന്നാ. അപ്പൊ സീനാണല്ലോ സുഗുണേട്ടാ. പോയവരൊക്കെ നമ്മുടെ യൂണിയനുള്ളവരായിരിക്കും അല്ലേ? പിന്നെ സുഗുണേട്ടാ, നമ്മുടെ ഗീതയില്ലേ, അവള് തിരുവനന്തപുരത്ത് സമരത്തിന് പോകുവന്നു. അതെങ്ങനെ ശരിയാവുന്ന? അവള് നമ്മുടെ LC മെമ്പർ അല്ലേ? സമരം വിജയിക്കേണ്ടത് ചൂഷണം അനുഭവിക്കുന്ന, അടിച്ചമർത്തപ്പെടുന്ന ഏതൊരാളുടെയും ആവശ്യമാണ്. ഇത് വിജയിക്കുക തന്നെ ചെയ്യും. ഇത് പോവല്ലേ? ലൈഫിലെ വീട്, കക്കൂസ്, സഹകരണ ബാങ്കില് മോന് ജോലി ഒക്കെ തരാം. പോകല്ലേ ഇത്? എന്റെ പൊന്നുപോലെ പോകല്ലേ? പോകല്ലേ ഇത്? പോലെ വഴി പതിനെട്ട് വർഷമായി കേരളത്തിന്റെ ആതുര സേവന രംഗത്ത് ആശാപ്രവർത്തകർ നൽകുന്ന സേവനം ആർക്കും വിസ്മരിക്കാനാവുന്നതല്ല. എന്നാൽ ഈ ഒരു സമയത്ത് ആശാപ്രവർത്തകർ അവരുടെ അവകാശത്തിന് വേണ്ടി വെയിലും മഴയും സഹിച്ച് തെരുവുകളിൽ അലയേണ്ട സാഹചര്യമാണുള്ളത്. ഇവർക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് കേരള സർക്കാരും. മെയ് 5 മുതൽ ഇപ്പോൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഒരു രാപ്പകൽ സമരയാത്ര വേറൊരു സമര രീതിയുമായിട്ട് ആശാ വർക്കർമാർ സമരമുഖത്തേക്ക് വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു സമരം? ഇപ്പം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പം നിലവിലെ അവസ്ഥ എങ്ങനെയാണ്? നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സമരത്തിന് കേരള സമൂഹം നൽകുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു പിന്തുണയാണ്. ഇന്നുവരെ ഏതെങ്കിലും ഒരു തൊഴിലാളി സമരത്തിന് ഇത്രത്തോളം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരും ഇതുപോലെ ഏറ്റെടുത്ത ഒരു സമരം സമീപകാലത്തുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ അളവിൽ കേരളം ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു സമരം എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രാധാന്യം സമരത്തിനുണ്ട്. പക്ഷേ ഈ സമരത്തോട് ഒരു ഇടതുപക്ഷ സർക്കാർ കാണിക്കേണ്ടുന്ന ഒരു സമീപനമല്ല അവർ കാണിക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരത്തെ അത് ഏറ്റവും മാന്യമായി സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്, ഒരു ജനാധിപത്യ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം കക്ഷിഭേദമന്യേ എല്ലാവരും ആവശ്യപ്പെടുന്നത് ഏറ്റവും മാന്യമായി ഈ സമരം ഒത്തുതീർപ്പാക്കണമെന്നുള്ളതാണ്. പക്ഷേ ആ ജനഹിതത്തെ മാനിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഇത്തരത്തിൽ തെരുവിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നത്. 85 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപകൽ ഇതുപോലെ ഇരുന്നിട്ടാണ് ഞങ്ങൾ അവർ സെറ്റിൽ ചെയ്യാത്ത ഒരു ഘട്ടത്തിൽ ഇത് ജനങ്ങളോടൊപ്പം ഇത് പറയാനും അവരെ കൂടുതൽ പിന്തുണ ആർജിക്കുന്നതിനും ഇത്രയും നാൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതിനൊക്കെ വേണ്ടി ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വളരെ വലിയ ഒരു പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യവും തൊഴിലാളി വിരുദ്ധമായ നിലപാടും ചില ആളുകളുടെ പിടിവാശിയും മൂലമാണ് ഈ സമരം സെറ്റിൽ ചെയ്യാതെ പോകുന്നത്. പക്ഷേ പൊതുസമൂഹം ഒന്നടങ്കം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഈ CPM-ലും CITU-ലും ഉള്ള ആളുകളൊക്കെ ഞങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ പല രീതിയിൽ അവരുടെ പിന്തുണ ഞങ്ങളെ വന്ന് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പണിയെടുക്കുന്നവന്, മനസാക്ഷിയുള്ളവന് ഈ സമരത്തിൻ്റെ ഇതിനെ പിന്തുണയ്ക്കേണ്ടുന്നതാണ്. ഈ സമരത്തിന് ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ സെറ്റിൽ ചെയ്യേണ്ടുന്നതാണെന്ന് ഏതൊരു മനുഷ്യർക്കും അറിയാം. ഇത് ചില ആളുകളുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യവും പിടിവാശിയും മൂലമാണ് ഈ സമരം സെറ്റിൽ ചെയ്യാതെ പോകുന്നത്. ഇനി വരും ദിവസങ്ങളിലും സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഈ സമരത്തിൻ്റെ രീതി മാറുമോ? ഇനിയും വ്യത്യസ്തമായ പല സമര രീതികളും കേരളം കാണുമോ? ഇല്ല, ഈ സമരം വിജയിക്കുക എന്നുള്ളത് സമരം തുടങ്ങിയ ആശാവർക്കർമാരുടെ മാത്രം ഒരു ആഗ്രഹവും താല്പര്യമല്ല. കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ 17 വരെ, ജൂൺ 17 വരെ ഈ സമരയാത്ര തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ 17-നാണ് അത് സമാപിക്കുന്നത്, ഒരു മഹാറാലിയോടുകൂടി. അതിനുള്ളിൽ ഇത് സർക്കാർ സെറ്റിൽ ചെയ്യണമെന്നുള്ളതാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അത് അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു. ഇപ്പം കവി സച്ചിദാനന്ദൻ അവർ കൊടുത്ത ഒരു പോസ്റ്റിലിരിക്കുന്ന ആളാണ്. മല്ലിക സാരാഭായി അവർ കൊടുത്ത പോസ്റ്റിലിരിക്കുന്നത്. ഇത്രയും കാലം ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് സംസാരിച്ച ആളുകൾ, ഡോക്ടർ ഖദീജ മുംതാസ്, സാറാ ജോസഫ് അടക്കമുള്ള ആളുകൾ ഈ കേരളത്തിൽ ആരാണ് ഈ സമരത്തിന്? സഭ മേലധ്യക്ഷന്മാർ അവരടക്കം എല്ലാവരും ആവശ്യപ്പെടുകയല്ലേ. അപ്പോൾ അത് മുഖവിലക്കെടുക്കാൻ സർക്കാർ തയ്യാറാകണം. 17-ന് ശേഷം എന്ത് വേണമെന്നുള്ളത് നമ്മുടെ പിന്നീട് പ്രഖ്യാപിക്കും, എന്താണ് സമരം എന്നുള്ളത്.
ഈ ഒരു സമയത്തിലും സർക്കാർ നമുക്ക് എതിരെ മുഖം തിരിച്ചിരിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങളുമായിട്ട് അല്ലെങ്കിൽ സമരം നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആരെങ്കിലും സമീപിച്ചിരുന്നു? ഇല്ല, അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. നമ്മുടെ സമരത്തിൻ്റെ 100ാം ദിവസമാണ് സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഔദ്യോഗിക പരിപാടി നടന്നത്. അന്ന് മാധ്യമങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചു. അത് മാധ്യമങ്ങളുടെ മാത്രം ഒരു ചോദ്യമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരമാണ് അവർ പ്രകടിപ്പിച്ചത്. അന്ന് അദ്ദേഹം വളരെ നിരുത്തരവാദപരമായിട്ടാണ് പറഞ്ഞത്, സമരത്തിൻ്റെ വഴിക്ക് പോട്ടെ, സർക്കാരിൻ്റെ വഴിക്ക് പോകുക. അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയ തന്നെ ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിക്കുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയയ്ക്ക് ഈ നാട്ടിലെ സാധാരണക്കാരൻ കൊടുക്കുന്ന നികുതി പണമാണ് എടുത്ത് വിനിയോഗിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാലും നാട്ടുകാർ കൊടുക്കുന്ന, പൊതുജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിലാണ് ഈ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സർക്കാർ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ സർക്കാരാണ്, ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ സർക്കാരല്ല. അപ്പോൾ ആ അളവിൽ പ്രതികരിക്കാനും ഇത്തരം വിഷയങ്ങളെ സമീപിക്കാനും ഏതൊരു സർക്കാരാണെങ്കിലും ആ സർക്കാരിന് കഴിയണം. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ ഈ രീതിയിലല്ല മറുപടി പറയേണ്ടിയിരുന്നത്. കാരണം അവർ നമ്മളെ 3ാമത്തെ തവണയ്ക്ക് ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു കമ്മിറ്റി പ്രപ്പോസലാണ് വെക്കുന്നത്. 232 രൂപ വേതനം വർദ്ധിപ്പിച്ച് തരണമെന്ന് പഠിക്കാൻ ഒരു കമ്മിറ്റി എന്തിനാണ്? ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു ജീവിത സാഹചര്യത്തിൽ അത് ഒട്ടും പര്യാപ്തമായ ഒരു തുകയിൽ ഒരു ദിവസം പോകുന്ന വണ്ടിക്കൂലിയും ആട്ടോ ചാർജും അല്ലെങ്കിൽ പെട്രോൾ അടിക്കാനുള്ള കാശും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ഒരു ചായ കുടിക്കാനോ പോലും തികയാത്ത ഒരു തുകയല്ലേ. അത് വർദ്ധിപ്പിച്ച് തരണമെന്ന് 3 മാസം പഠിച്ചിട്ട് ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിച്ച് തരാം എന്നൊക്കെ പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമാണ്, തൊഴിലാളി വിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് ഏറ്റവും മാന്യമായ ഒരു സെറ്റിൽമെന്റ് നടത്താനാണ് ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു തൊഴിലാളി വർഗ ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരുടെ സമരം അനിശ്ചിതമായി നീണ്ടുപോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. തൊഴിലാളി വർഗത്തിന്റെ ഏറ്റവും നേരിയ പ്രസ്ഥാനമെന്ന് ആശ കൊള്ളുന്ന, ഉറ്റുനോക്കുന്ന കേരളം ഇന്നത്തെ സ്ഥിതി എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇങ്ങനെ ഒരു ജനങ്ങൾ ഏറ്റെടുത്ത സമരം ഉണ്ടായിട്ടില്ല. അത് ശക്തമായി നമ്മൾ തീർച്ചയായിട്ടും കൊരട്ടി പൗരാവലി ഊടും പാവും കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാ നിലപാടിലും ഉറച്ചു നിൽക്കും. കാരണം കോവിഡ് കാലത്തൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ സേവനം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ജീവൻ മരണ പോരാട്ടമാണ് അവരുടേത്. തുച്ഛമായ ശമ്പളത്തിന് മെച്ചപ്പെട്ട സേവനമാണ് കൊടുക്കുന്നത്. ഇന്ന് ഹെൽത്തിലെ JPHN നൽകുന്ന സേവനത്തിൽ ഉപരിയായി ഒരു ആശാ വർക്കർ ഗ്രാമാന്തരങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം ഒരിക്കലും കേരളത്തിലെ മനസ്സാക്ഷിയുള്ള ഒരാൾക്ക് പോലും അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഈ സമരം എങ്ങനെ നിലപാടുകൾക്ക് മാറ്റി ഇപ്പം എല്ലാ ജില്ലകളിലും ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ആവേശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ സമരം. അതുകൊണ്ട് എന്തുകൊണ്ടും ഇത് വില കൊടുത്ത് അവർ ചോദിക്കുന്നത് ലക്ഷങ്ങളല്ല, അവർക്ക് 2 നേരത്തെ ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള ഒരു വേതനം മാത്രമാണ് അവർ ചോദിക്കുന്നത്. ആ വേതനം കൊടുക്കുന്നത് വരെ ഈ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും, എല്ലാവിധ പിന്തുണയും നൽകും. ഈ സമരത്തെ പലരും ഈർക്കിലി സമരം, അല്ലെങ്കിൽ ഇവരെന്താണ് ഈ ചെയ്യുന്നത്, ഇവർക്ക് എന്തിനാണ് ഈ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് പല ചോദ്യങ്ങളും പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ഇവരുടെ പ്രവർത്തനം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഒരു ജില്ലാ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രാമപഞ്ചായത്തുകളിൽ വരെ ഇവരുടെ പ്രവർത്തനം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്? അടിത്തട്ടിലാണ് ആസൂത്രണം നടക്കേണ്ടത്. അടിത്തട്ടുള്ള ജനങ്ങൾക്കാണ് ഒരു പരിധിവരെ ഒരു മകൻ വിവാഹം കഴിച്ചാൽ അല്ലെങ്കിൽ മകൾ വിവാഹം കഴിച്ചാൽ ഒരു കുഞ്ഞിന് ഭ്രൂണത്തിൽ അതിന് ജന്മം നൽകിയാൽ ഒരു പക്ഷേ അവരറിയുന്നതിന് മുമ്പ് ഒരു ആശാപ്രവർത്തക അറിയുന്നുണ്ട്. അവരാണ് ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് തുടങ്ങി എന്ത് കഴിക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ആശയങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ആരോഗ്യപരമായിട്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരു ആശാപ്രവർത്തക, ഒരു ഡോക്ടറിലുപരി എല്ലാ കാര്യങ്ങളിലും കുഞ്ഞുങ്ങൾ ജനിച്ചാലും അത് എല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അവരുടെ സമരം മൂർഷകളുടെ സമരമല്ല, പാവപ്പെട്ടവന്റെ സമരമാണ്, അത്താണിയാണ്.
ഇവര് കോവിഡ് കാലത്ത് ആശാപ്രവർത്തകരാണ് കേരളത്തിന്റെ എല്ലാം എന്ന് പറഞ്ഞ ഈ ബൂർഷകൾക്ക് വേണ്ടി മാസപ്പടി അല്ല അവർ ചോദിക്കുന്നത്. മാസപ്പടി കിട്ടുന്നവരുണ്ട്, പക്ഷെ ആ മാസപ്പടി അല്ല ചോദിക്കുന്നത്. പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ വേണ്ടി ഇത്രയേറെ സേവനങ്ങൾ ചെയ്യുന്ന PSCക്ക് കൊടുക്കുന്ന ആനുകൂല്യത്തിന്റെ 1% മാത്രമാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ ആശാപ്രവർത്തകർ. അത് തീർച്ചയായിട്ടും ഇത് മറ്റ് പട്ടണങ്ങളിലല്ല, ഗ്രാമാന്തരങ്ങളിലാണ് അവരുടെ സേവനം കിട്ടുന്നത്. അതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങളുണ്ട് കൂടെ. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ആശാവർക്കർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ കേരളം വെള്ളത്തിൻ്റെ അടിയിലായിരുന്നപ്പോൾ, അതുപോലെ തന്നെ കൊറോണ കാലഘട്ടത്തിൽ ആശാമാർ എന്താണെന്ന് കേരളത്തിലെ അത് ഓരോ കുടുംബത്തിലെ ഓരോ ജനങ്ങൾക്ക് മനസ്സിലായ ഒരു സംഭവമാണ്. പലപ്പോഴും പരസ്പരം ഒന്ന് നോക്കുവാനോ ഒന്ന് സംസാരിക്കുവാനോ ഒന്ന് കാണുവാൻ പോലും സാധിക്കാത്ത കാലഘട്ടത്തിൽ അവര് നമ്മുടെ വീടുകളിൽ കയറി ഇറങ്ങി നമുക്ക് വേണ്ട പരിചരണങ്ങള് ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു നേഴ്സുമാർ ചെയ്യുന്നതിന്റെ അപ്പുറമായി ചെയ്തൊരു വർക്കാണ് അവർ ആശ്രമക്കാര്. തീർച്ചയായും അവരോടുള്ള ബഹുമാനവും ആദരവുമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ. സമരം ഇങ്ങനെ നീണ്ടുപോകുമെന്ന് ഈ ഒരു ആദ്യഘട്ടത്തിൽ ചിന്തിച്ചിരുന്നോ? സമരം നീണ്ടുപോകുമെന്ന് ഞങ്ങൾ ചിന്തിച്ചേയില്ല. എന്താന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞ കേൾക്കുന്ന സർക്കാർ തൊഴിലാളികൾക്ക് വേണ്ടി വന്ന സർക്കാർ, അപ്പൊ അവര് നമ്മുടെ സമരത്തെ ഇത്ര നീട്ടിക്കൊണ്ടു പോകുന്നത് നമ്മൾ ഒരിക്കലും കരുതിയില്ല. പ്രത്യേകിച്ച് വനിതകളെ മാത്രമായിട്ട് സമരത്തിന് ചെല്ലുമ്പോൾ അത് അവർ അംഗീകരിച്ചു തരും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. പക്ഷെ അതെല്ലാം മറികടന്ന് നമ്മളെ ഇത്രയും നീട്ടിയത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. എന്തായാലും ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത് എപ്പോ തീരണോ എന്ന് സർക്കാർ നമുക്ക് കാര്യങ്ങൾ അനുവദിച്ചു തരണം അന്ന് വരെ നമ്മൾ സമരവുമായിട്ട് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കേരളത്തിലെ ഓരോ മനുഷ്യരും ഈ സമരത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമരം തുടങ്ങി വെച്ചത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണെങ്കിലും ഇന്ന് അത്തരം ഒരു സമരമല്ല ഈ സമരമെന്ന് ഞങ്ങൾ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഇത് എവിടെ ചെല്ലുമ്പോഴും എല്ലാവരും പറയുന്നത്, എല്ലാ സ്വീകരണ സ്ഥലങ്ങളിലും എല്ലാവരും പറയുന്നത് നമ്മൾക്ക് ഈ ഡിമാൻഡ് നേടിയെടുത്തുകൊണ്ട് കേരളത്തിന് ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ കേരളം ഒന്നടങ്കം കക്ഷിഭേദമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ, സാമുദായിക അത്തരത്തിലുള്ള ഒരു ചിന്താഗതികളും ഇല്ലാതെ എല്ലാവരും, സാംസ്കാരിക നായകന്മാരടക്കം, സാമ്പത്തിക വിദഗ്ധരടക്കം, കേരളത്തിലെ സിനിമാ മേഖലയിലെ ആളുകളടക്കം എല്ലാവരും ഈ സമരത്തോടൊപ്പമാണ്. ആശയത്ത് ആശാപ്രവർത്തകർ, നിപ്പ, കൊറോണ, പ്രളയം, അങ്ങനെ കേരളത്തിലെ മലയാളികളുടെ ഓരോ അടിസ്ഥാന ആവശ്യങ്ങളിലും അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും ആദ്യം ഓടിച്ചെല്ലുന്ന ആശാപ്രവർത്തകരുടെ അവകാശങ്ങൾക്കു നേരെ കണ്ണടച്ചിരിക്കുകയാണ് സർക്കാർ. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം 106 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രതീക്ഷയോടെ സമരമുഖത്ത് തുടരുകയാണ് ആശാപ്രവർത്തകർ.